അളിയ സംഗതി കളറായി. IPL 19 സീസണ് ഇന്നലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെടി പൊട്ടിയപ്പോ അത് വെറും ഒരു കളി ആയിരുന്നില്ല, പക്ക ഒരു ഹെവി ഐറ്റം തന്നെയായിരുന്നു. ഉദ്ഘാടന മത്സരം എന്ന് കേട്ടപ്പോ തന്നെ നമുക്കറിയായിരുന്നു സംഗതി കൊഴുക്കൂന്ന്. ഇന്നലെ ഗ്രൗണ്ടിൽ കണ്ടത് എന്താണെന്നോ, ഒരറ്റത്ത് നമ്മുടെ മഞ്ഞപ്പടയുടെ കൂടെ ആവേശമായി ചെന്നൈ മുംബൈ ഒന്നുമല്ല, ഈ തവണ ബാറ്റിംഗ് വെടിക്കെട്ടിന് പേര് കേട്ട ഹൈദരാബാദ് പിള്ളേരായിരുന്നു. പക്ഷെ നമ്മുടെ ബാംഗ്ലൂർ സിറ്റി ഇന്നലെ ഉറങ്ങിയിട്ടില്ല മക്കളെ. ചിന്നസ്വാമി സ്റ്റേഡിയം മൊത്തം റെഡ് ആൻഡ് ഗോൾഡ് ആയിട്ട് കത്തി എരിയുകയായിരുന്നു. കളി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നാട്ടിൽ വലിയ ചർച്ചയായിരുന്നു കഴിഞ്ഞ സീസണിലെ ആ ഒരു ആവേശം ഈ തവണ കാണുമെന്ന്. എന്നാ പിന്നെ ഒരു ഡൗട്ടും വേണ്ട, ആദ്യ പന്തിൽ തന്നെ സംഗതി ക്ലിയർ ആയി. രജത് പാട്ടിദാർ എന്ന നമ്മുടെ പുതിയ ക്യാപ്റ്റൻ ടോസ് ഇടാൻ വന്നപ്പോ തന്നെ ആളുകളുടെ ബഹളം കാരണം ചിന്നസ്വാമി കുലുങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ടോസ് കിട്ടിയ ഉടനെ പുള്ളി ഒട്ടും ആലോചിച്ചില്ല. മക്കളെ, ഞങ്ങൾക്ക് ആദ്യം ബൗളിംഗ് മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഹൈദരാബാദ് നിരയിൽ ഈശാൻ കിഷനും ട്രവിസും ഒക്കെ ഇറങ്ങിയപ്പോ നമ്മളൊക്കെ വിചാരിച്ചു സംഗതി കൈവിട്ടു പോകുന്നു. കാരണം ഹെഡൊക്കെ തുടങ്ങിയ പിന്നെ നിർത്താൻ പ്രയാസമാണ്. പക്ഷെ നമ്മുടെ ബൗളർമാരുടെ പ്ലാനിങ് വേറെ ലെവലായിരുന്നു. പ്രത്യേകിച്ച് ജേക്കബ് ഡഫി എന്ന പുള്ളിക്കാരൻ അറിഞ്ഞ ഓരോ പന്തും ഓരോ ബോംബായിരുന്നു മക്കളെ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നലെ നടന്ന ആ തകർപ്പൻ ചേസിങ്ങും വിരാട് കോഹ്ലി എന്ന ലെജൻസിന്റെ 19 സീസണിലെ ആ മാസെൻട്രിയും പിന്നെ ഹൈദരാബാദിന്റെ കൂറ്റൻ സ്കോറിനെ നമ്മുടെ പിള്ളേരെ പഞ്ഞിക്കിട്ടു എന്നതുമാണ്. അപ്പൊ പിന്നെ താമസിക്കുന്നില്ല, കട്ടൻ ചായം കുടിച്ച് സീറ്റിലിരുന്നോ. 2026 IPL കട്ടപ്പൊക്ക വിശേഷങ്ങളിലേക്ക് നമുക്കങ്ങ് കയറാം. സംഗതി അങ്ങ് പവറാവട്ടെ. അങ്ങനെ കാത്തിരുന്ന ആ നിമിഷം വന്നു. IPL 2026 ഉദ്ഘാടന മത്സരത്തിന് ചിന്നസ്വാമിയിൽ തിരികൊളുത്തി. ടോസ് ഇടാൻ നമ്മുടെ RCB ക്യാപ്റ്റൻ രജത് പാട്ടിദാർ വന്നപ്പോ തന്നെ ഗ്യാലറിയിൽ പൂരപ്പറമ്പിന്റെ ആവേശമായിരുന്നു. ടോസ് കിട്ടിയതും പുള്ളിക്കാരൻ ഒട്ടും ആലോചിച്ചില്ല. മക്കളെ, ഞങ്ങൾക്ക് ആദ്യം ബൗളിംഗ് മതി എന്നങ്ങ് തീരുമാനിച്ചു. ചേസിംഗിന്റെ കാര്യത്തിൽ കളി പിടിക്കാം എന്ന പ്ലാനിലായിരുന്നു പുള്ളി. ഹൈദരാബാദിന് വേണ്ടി ഓപ്പൺ ചെയ്യാൻ വന്നത് ആ വെടിക്കെട്ട് ഐറ്റങ്ങൾ തന്നെയായിരുന്നു, അഭിഷേക് ശർമ്മയും ട്രവിസ് ഹെഡും. RCBക്ക് വേണ്ടി ബൗളിംഗ് ഓപ്പൺ ചെയ്തത് എക്സ്പീരിയൻസിന്റെ കരുത്തുള്ള ഭുവനേശ്വർ കുമാർ, പിന്നെ കൂടെ നമ്മുടെ പുതിയ അവതാരം ജേക്കബ് ഡഫിയും. ആദ്യ ഓവർ ഭുവനേശ്വർ കുമാർ പക്ക ടൈറ്റ് ആയിട്ട് എറിഞ്ഞു. രണ്ടാം ഓവറിൽ ജേക്കബ് ഡഫി പന്തെടുത്തു. മക്കളെ, ആ ഓവർ 4ാം പന്തിൽ തന്നെ സംഗതി നടന്നു. അഭിഷേക് ശർമ്മ ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ചു, പക്ഷെ പന്ത് നേരെ ഫീൽഡറുടെ കയ്യിലേക്ക്. വെറും 7 റൺസുമായി അഭിഷേക് ശർമ്മ പവലിയൻ പോകി. അതോടെ ഹൈദരാബാദ് ഒന്നും ഞെട്ടി. അഭിഷേക് പോയെങ്കിലും ട്രവിസ് ഹെഡ് വിട്ടുകൊടുത്തില്ല. പുള്ളിക്കാരൻ 2 4 അടിച്ച് സ്കോർ ഉയർത്താൻ നോക്കി. പക്ഷെ ഡഫി വിടാൻ ഭാവമില്ലായിരുന്നു. പവർ പ്ലേയുടെ അവസാന ഓവറിൽ 11 റൺസ് എടുത്ത ഹെഡിനെയും പുള്ളി മടക്കി അയച്ചു. പോരാത്തതിന് നിതീഷ് കുമാർ റെഡ്ഡിയെയും വെറും 1 റണ്ണിൽ ഡഫി തന്നെ തൂക്കി. അതോടെ ഹൈദരാബാദ് 60-3 എന്ന നിലയിൽ ശരിക്കും ഒന്ന് പതറിപ്പോയി. പിന്നെയാണ് കളി മാറിയത്. ഹൈദരാബാദ് ക്യാപ്റ്റൻ ഈശാൻ കിഷനും ഹെൻറിച്ച് ക്ലാസനും കൂടി കളം പിടിച്ചു. ഈശാൻ കിഷൻ ഇന്നലെ പക്ക വെടിക്കെട്ട് മൂഡിലായിരുന്നു. 38 പന്തിൽ 80 റൺസ്, അതിൽ 5 കൂറ്റൻ സിക്സറുകളും 8 ഫോറുകളും. പുള്ളി അടിക്കുന്ന ഓരോ ഷോട്ടും പക്ക പവർഫുൾ ആയിരുന്നു. 31 റൺസ് എടുത്ത് ക്ലാസനും പുള്ളിക്കാരൻ നല്ല പിന്തുണ കൊടുത്തു. ഇവർ രണ്ടുപേരും കൂടി സ്കോർ ബോർഡ് റോക്കറ്റ് പോലെ പായിച്ചു. അവസാനം വന്ന യുവതാരം അനിയേക് വർമ്മ 18 പന്തിൽ 43 റൺസ് അടിച്ച് ഹൈദരാബാദിനെ 200 കടത്തി. റൊമാരിയോ ഷെപ്പേർഡ് അവസാന ഓവറുകളിൽ 3 വിക്കറ്റുകൾ വീഴ്ത്തിയത് കൊണ്ടാണ് സ്കോർ 201-ലെങ്കിലും ഒതുങ്ങിയത്. 20 ഓവർ കഴിഞ്ഞപ്പോൾ ഹൈദരാബാദ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 202 റൺസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി കടുപ്പമാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ വിരാട് കോഹ്ലി എന്ന ലെജൻഡ് ഉണ്ടെന്ന ധൈര്യത്തിലായിരുന്നു RCB ആരാധകർ. ഇനി കാണാൻ പോകുന്നത് കിങ്ങിന്റെ വിളയാട്ടമാണ്. അങ്ങനെ 202 റൺസിന്റെ ആ മല ലക്ഷ്യമാക്കി നമ്മുടെ പിള്ളേര് ഇറങ്ങി. ഓപ്പൺ ചെയ്യാൻ വന്നത് സാക്ഷാൽ വിരാട് കോഹ്ലിയും പിന്നെ വെടിക്കെട്ട് ഐറ്റം ഫിൽസാൾട്ടും. പക്ഷെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ പണി കിട്ടി. 8 റൺസ് എടുത്ത ഫിൽസാൾട്ട് പെട്ടെന്ന് മടങ്ങി. അത് കണ്ടപ്പോ RCB ആരാധകരുടെ നെഞ്ചൊന്ന് കാളി. പക്ഷെ പിന്നെ വന്നത് നമ്മുടെ മലയാളി പവർ ദേവദത്ത് പടിക്കൽ. പുള്ളിയും കോഹ്ലിയും കൂടി അവിടെ നിന്നിട്ട് തുടങ്ങിയ കളിയുണ്ടല്ലോ, അത് ശരിക്കും തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെയായിരുന്നു. 26 പന്തിൽ 61 റൺസ് അടിച്ച് പടിക്കൽ കളം നിറഞ്ഞാടി. പുള്ളിക്കാരൻ ഔട്ടാവുന്നവരെ ഹൈദരാബാദ് ബോളർമാർ ശരിക്കും വിയർത്തു. പടിക്കൽ ഔട്ടായ ശേഷം നമ്മുടെ ക്യാപ്റ്റൻ രജത് പാട്ടിദാർ പുള്ളി നേരിട്ടിറങ്ങി. വെറും 12 പന്തിൽ 31 റൺസ് അടിച്ച് കളി ഏകദേശം RCBയുടെ കയ്യിലാക്കി പുള്ളി പുറത്തായി.
പക്ഷെ അളിയ അടുത്ത പന്തിൽ തന്നെ ജിതേഷ് ശർമ്മയെ ഔട്ട്. ഒരു പന്തിൽ റണ്ണൊന്നും എടുക്കാതെ പുള്ളി മടങ്ങിയപ്പോൾ ഹൈദരാബാദ് ബോളർക്ക് ഹാട്രിക് ചാൻസ് വരെ വന്നു. സ്റ്റേഡിയം മൊത്തം ശ്വാസം അടക്കി പിടിച്ചിരുന്ന നിമിഷമായിരുന്നത്. പക്ഷെ ഹാട്രിക് ബോൾ നേരിടാൻ വന്നത് നമ്മുടെ ടിം ഡേവിഡാണ്. പുള്ളിക്കാരൻ ഹാട്രിക് തടഞ്ഞു എന്ന് മാത്രമല്ല, കോഹ്ലിയും ടിം ഡേവിഡും കൂടി ചേർന്ന് കളി ഫിനിഷിംഗ് വരെ കൊണ്ടുപോയി. ടിം ഡേവിഡ് 10 പന്തിൽ 16 റൺസ് എടുത്തു. മറുവശത്ത് നമ്മുടെ കിങ് കോഹ്ലി പാറ പോലെ ഉറച്ചു നിന്നു. 38 പന്തിൽ 69 റൺസുമായി കോഹ്ലി കളം നിറഞ്ഞാടി. അവസാനം കോഹ്ലി അടിച്ച ആ തകർപ്പൻ ഫോറോടുകൂടി RCB കളി ജയിച്ചു. വെറും 15.4 ഓവറിൽ RCB ലക്ഷ്യം കണ്ടു. 26 പന്തുകൾ ബാക്കി നിൽക്കെയാണ് ഈ ഐതിഹാസിക വിജയം RCB പിടിച്ചെടുത്തത്. അപ്പോ ഇതായിരുന്നു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഇന്നലെ വിറപ്പിച്ച ആ IPL 19ാം പതിപ്പിന്റെ ഉദ്ഘാടന മാമാങ്കം. 202 റൺസ് എന്ന് കേട്ടപ്പോൾ നെഞ്ചിടിപ്പ് കൂടിയവർക്കൊക്കെ നമ്മുടെ പിള്ളേരും മറുപടി കൊടുത്തത് വെറും 15.4 ഓവർ കൊണ്ടാണ്. നമ്മൾ കിങ് കോഹ്ലി കാണിച്ച ആ ഒരു കൺട്രോൾ ഉണ്ടല്ലോ, അത് ലോകത്ത് വേറെ ആർക്കും അവകാശപ്പെടാനില്ല. 19 വർഷമായി ഈ ഒരു ടീമിന് വേണ്ടി പുള്ളിക്കാരൻ ചോര നീരാക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ദേവദത്ത് പടിക്കൽ കാണിച്ച ആ വെടിക്കെട്ടും ക്യാപ്റ്റൻ പാറ്റിദാർ പുള്ളി പടുത്തുയർത്തിയ ആ അടിത്തറയും ഒക്കെ ചേർന്നപ്പോ ഹൈദരാബാദിലെ സകല പ്ലാനുകളും പാളിപ്പോയി. ഇടയ്ക്ക് ജിതേഷ് ശർമ്മ ഗോൾഡൻ ഡക്കിന് ഔട്ടായപ്പോൾ നമ്മളൊക്കെ ഒന്ന് പേടിച്ചു. ഹാട്രിക് ചാൻസ് വരെ വന്ന ആ നിമിഷം. പക്ഷെ ടിം ഡേവിഡും കോഹ്ലിയും കൂടി ചേർന്ന് ആ കളി പക്വതയോടെ ഫിനിഷ് ചെയ്തു. കോഹ്ലി ആ വിന്നിംഗ് ഫോർ അടിച്ചപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയം കുലുങ്ങി എന്ന് പറഞ്ഞാൽ അത് വെറും വാക്കല്ല മക്കളെ, അത് RCB ഫാൻസിന്റെ നെഞ്ചിടിപ്പായിരുന്നു. ഈ ജയത്തോടെ RCB ആരാധകർക്ക് ഒരേ ഒരു സ്വപ്നമേ ഉള്ളൂ, ഈ വർഷം കപ്പ് നമുക്ക് തന്നെ. ജേക്കബ് ഡഫി ബൗളിംഗിൽ കാണിച്ച ആ ഒരു മാജിക് കൂടി തുടർന്നാൽ ഈ തവണ സംഗതി നടക്കുമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അപ്പൊ എങ്ങനെയാ ഈ കളിയിൽ നിങ്ങളുടെ ആ രോമാഞ്ച നിമിഷം ഏതാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ജിതേഷ് ശർമ്മയുടെ ഔട്ടാണോ അതോ കോഹ്ലിയുടെ ആ വിന്നിംഗ് ഷോട്ടാണോ നിങ്ങളെ കൂടുതൽ ത്രില്ലടിപ്പിച്ചത്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോ അടുത്ത കളിയുടെ കിടുക്കാച്ചി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ശരി എന്നാ.